ഇപ്പോൾ എനിക്ക് കൂടുതലും നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എൻ്റെ അംഗനവാടി കുട്ടീസിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അതൊക്കെ തന്നെയാണ്. അങ്ങനെ രാവിലെ വീട്ടിലെ ജോലികളും കാര്യങ്ങളും തിരക്കും ബഹളം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അംഗനവാടിക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വന്നപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അവിടെ അപ്പുറത്ത് മാറി ചേച്ചീൻ്റെ അടുത്ത് പോയിരിക്കുന്നത്. പിന്നെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഹായ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രാവിലത്തെ പ്രയറും പ്ലഡ്ജും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ അരിയുടെ കൊഴുക്കട്ടയും പാലുമാണ് കേട്ടോ അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അല്ലുവിന് ചിലപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കും, ചിലപ്പോൾ ഞാൻ കൊടുക്കണം, ഒരു മടിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അല്ലുവിന് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് വീണ്ടും ഹാളിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതിയെടുക്കാനുള്ളതുകൊണ്ട് തന്നെ അവർ ടോയ്സ് ആയിട്ട് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് അവർക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ ടോയ്സ് ആയിട്ട് കളിക്കുന്നത് അതായത് വീടോ വണ്ടിയോ അങ്ങനെ ഓരോ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ടീച്ചറെ ഞാൻ ഉണ്ടാക്കി രസമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവർ ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് ചോദിക്കും, നിങ്ങൾ എന്താ വീഡിയോ എടുക്കാത്തത്, ഞങ്ങളെ ഫോട്ടോ എടുക്കുമോ, ഞങ്ങളെ വീഡിയോ എടുക്കുമോ, എന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ, അങ്ങനെയൊക്കെ ചോദിക്കട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് സമയം നമ്മൾ ടോയ്സ് ആയിട്ട് കളിച്ചതിന് ശേഷം പിന്നെ പാട്ടും കഥകളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയായിട്ട് സമയം പോകും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം 12:45 ആയപ്പോൾ അവരുടെ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ പയറ് കറിയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പയറുപ്പേരിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ചെറുപയർ കറിയും പയറുപ്പേരിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിക്കുകയാണ്. എന്തൊക്കെയോ സംസാരിക്കും കേട്ടോ. കഴിക്കണതിനേക്കാൾ കൂടുതൽ സംസാരമാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് അല്ലു ആണെന്നുണ്ടെങ്കിൽ എന്നും ഉറങ്ങും കേട്ടോ. ഉച്ചയ്ക്ക് അവൻ ഇവിടെ നിന്ന് ഉറങ്ങി ശീലമുള്ളതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചാൽ പിന്നെ അവൻ വേഗം ഉറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ അവനെ അവിടെ കിടത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ കുറച്ച് സമയം അവിടെ പിടിച്ച് കിടത്തണം. പിന്നെ അത് കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ പായസത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ. അതായത് ഇന്ന് ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ്. ചെറുപയർ പരിപ്പും പിന്നെ അതിൽ കുറച്ച് ഗോതമ്പ് നുറുക്കും ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലും കുറച്ചൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തി പിന്നെയുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കിലായിപ്പോയി. അപ്പോൾ അച്ഛൻ കടയിൽ നിന്ന് വന്നപ്പോൾ അല്ലുവിന് റസ്ക്കും പിന്നെ കടല, വറുത്ത കടല ഉണ്ടല്ലോ, പേക്ക് കടല, അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിളക്ക് വെക്കലും നാമഞ്ചൊല്ലലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ രാത്രിയേക്കുള്ള കുക്കിങ്ങും അങ്ങനെ ഓരോ തിരക്കിലായി. പിന്നെ വീഡിയോ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ. ബായ്.